സന്ദീപ് വാര്യർ കോൺഗ്രസ് പാർട്ടിയിൽ ജോയിൻ ചെയ്തു. ഉറപ്പായിട്ടും അദ്ദേഹം കേരളത്തിലെ BJPയുടെ ഒരു ഫേസായിരുന്നു, വളർന്നു വരുന്ന ഒരു നേതാവായിരുന്നു. സത്യമാണിതൊക്കെ. നല്ലപോലെ ആർട്ടിക്കുലേറ്റ് ചെയ്ത് മീഡിയയുടെ മുമ്പിൽ നല്ലപോലെ സംസാരിക്കാൻ അറിയാം, വ്യക്തമായ കാഴ്ചപ്പാടും ഉണ്ടായിരുന്നു. ഇതൊക്കെ സത്യമാണ്. ഇനി അതിൻ്റെ ചില പ്രശ്നങ്ങൾ എടുക്കാം. ഇദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ ജോയിൻ ചെയ്തിട്ട് പറഞ്ഞു, മതനിരപേക്ഷതയും മതേതരത്വവും ഒക്കെ നിലനിർത്തുന്ന ഒരു ദേശീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് പാർട്ടി. അതേപോലെ തന്നെ BJPയിൽ നിന്ന് കാരണം അദ്ദേഹത്തെ കരുതലും തണലും കൊടുക്കേണ്ട പാർട്ടിയുടെ പല നേതാക്കളും അതിന് തയ്യാറായില്ല. ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്ന വാദങ്ങൾ. ഇനിയിപ്പോൾ കോൺഗ്രസ് പാർട്ടിയെപ്പറ്റി ഈ സന്ദീപ് വാര്യർക്ക് പല കാര്യങ്ങളും അറിയത്തില്ല. കാരണം ഞാൻ പഴയ ഒരു KSUകാരനായിരുന്നു. ഇപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ DCC പ്രസിഡൻറ്റുമാർ ചില ജില്ലകളിൽ, അതായത് പാലക്കാട് ഉൾപ്പെടെ അങ്ങോട്ടുള്ള പല ജില്ലകളിലും ഇതിനെയൊക്കെ നിയമിക്കുന്നതിന് മുമ്പ്, അതായത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണിത് പ്രസിദ്ധീകരിക്കുന്നത്, അതിന് മുമ്പ് ഇവരെല്ലാം തന്നെ കുഞ്ഞാലിക്കുട്ടിയോടും മുസ്ലിം ലീഗിനോടും അഭിപ്രായം ചോദിക്കും. അതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് പറയുന്നത്. അത് സ്വന്തമായിട്ട് പാർട്ടിയുടെ ഒരു DCC പ്രസിഡൻറ്റിനെ, ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻറ്റിനെ നിയമിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി. ഇനി ഇവരുടെ നയങ്ങളിലോട്ടെടുക്കാം. ഇവരുടെ പ്രധാനപ്പെട്ട എല്ലാ നയങ്ങളും തീരുമാനിക്കുന്നത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം പറയുന്നത്, ലീഗിനോട് തീരുമാനിച്ചിട്ട് പാണക്കാട് ആ കുടുംബത്തിൽ പോയിട്ട് ചർച്ച ചെയ്ത ശേഷമാണ് നയങ്ങൾ തീരുമാനിക്കുന്നത്. പാർട്ടിയുടെ നയമാണ്, സർക്കാരിൻ്റെ നയത്തിൻ്റെ കാര്യമല്ല. സർക്കാർ പൂർണ്ണമായിട്ട് സറണ്ടേഡാണ്. കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹം പറയുന്നു മതേതരത്വം. ശരിക്കും സന്ദീപ് ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹത്തായ രാജ്യത്തെ ഇത്രയും പുറകോട്ട് കൊണ്ടുപോയത് കോൺഗ്രസ് പാർട്ടിയുടെ വൃത്തികെട്ട കപട മതേതരത്വം മാത്രമാണ്. അവർ വോട്ട് ബാങ്കിനായിട്ട് പല ആൾക്കാരും പ്രീണനമാണ് ഇവർ സംഭവം നടത്തിയേക്കുന്നത്. ഇപ്പം ഒരു ഭാഗത്ത് മുസ്ലിം പ്രീണനം നടത്തുമ്പോൾ മറ്റൊരു ഭാഗത്ത് OBC ചില കാസ്റ്റുകളെ പ്രീണിപ്പിക്കുന്നു, ചില ഭാഗത്ത് മറ്റ് കാസ്റ്റുകളെ പ്രീണിപ്പിക്കുന്നു. ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നയമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത്രയും വർഷക്കാലം ഒരു ഇന്ത്യ ഭരിക്കാനുണ്ടായ കാരണം ഈ നയം, അതായത് പ്രീണന നയം, വോട്ട് ബാങ്ക് പ്രീണന നയം. ഇതാണ് കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിലുടനീളം നടത്തിയിരുന്നത്. അതിന് തകർച്ചയുണ്ടായത് കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ്. ഇത് മനസ്സിലാക്കാൻ സന്ദീപിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ താങ്കൾ പൊളിറ്റിക്കൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്, ഈ കോൺഗ്രസ് പാർട്ടിക്കാണെങ്കിലും CPMനാണെങ്കിലും അവിടെ ഒരു കാൻഡിഡേറ്റ് അവർക്കില്ല പാലക്കാട് ജില്ലയിൽ. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കാരണം ഞാൻ CPMകാരോട് ചോദിച്ചു, അവർ പറഞ്ഞു ഞങ്ങൾക്ക് കാൻഡിഡേറ്റ് ഇല്ല പാലക്കാട്, ഞങ്ങൾ 3ാം സ്ഥാനത്താണ്. ആര് ഞങ്ങളുടെ പാർട്ടിയിൽ വന്നാലും ഞങ്ങൾ സ്വീകരിക്കും. അതിനി RSSകാരനല്ല, ബജരാങ് ദളല്ല, സാക്ഷാൽ സുഡാപ്പി ആണെങ്കിലും, അതായത് തീവ്രവാദിയാണെങ്കിലും ആ പാർട്ടിയിലോട്ട് പാലക്കാട് ജില്ലയിൽ വന്നാൽ അവർ സ്വീകരിക്കും. കാരണം അവർക്ക് ആളില്ല. അതുകൊണ്ട് തന്നെയാണ് സരിനെ കൊണ്ടുവന്ന് ഞങ്ങൾ ആ പാർട്ടിയിൽ നിന്ന്, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ചാടി അടുത്ത ദിവസം കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത്. കോൺഗ്രസിൻ്റെ സ്ഥിതി അത് തന്നെയാണ്. പാലക്കാട് അവർക്ക് പറയാൻ പറ്റുന്നൊരു നേതാക്കളില്ല അവിടെ മത്സരിക്കാൻ. പിന്നെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി ആ പറയുന്ന പാലക്കാട് സിറ്റിയായിട്ട് ബന്ധപ്പെട്ട് അവിടെ മാത്രമേ അവർ ജയിക്കാൻ പോകുന്നുള്ളൂ. ബാക്കിയുള്ളിടത്തേക്ക് കോൺഗ്രസ് പാർട്ടി അവിടെ ജയിക്കാൻ വലിയ പാടാണ്. കാരണം CPMൻ്റെ കോട്ടയാണ്. അതിനിയും മുന്നോട്ട് എത്ര നാൾ പോകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ 2026 ചിലപ്പം സന്ദീപിന് ഓഫർ ഉണ്ടായിരിക്കും പാലക്കാട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ മത്സരിക്കില്ലായിരിക്കും. അത് പത്തനംതിട്ട ജില്ലയിലോ മറ്റുള്ള ഏതെങ്കിലും പോകും. അവിടെ ചിലപ്പം സന്ദീപ് വാര്യർക്ക് അവിടെ സീറ്റ് കൊടുക്കുമായിരിക്കും. പക്ഷെ 100% ഞാൻ തീർത്തും പറയാം, സന്ദീപ് വാര്യർ അവിടെ മത്സരിക്കുകയാണെങ്കിൽ, കോൺഗ്രസ് പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിക്കുകയാണെങ്കിൽ, ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്ത് മുസ്ലിങ്ങൾ താങ്കൾക്ക് വോട്ട് ചെയ്തില്ല. താങ്കളത് രാഷ്ട്രീയം മനസ്സിലാക്കാദ്യം. അവിടെയുള്ള മുസ്ലിങ്ങൾ ബ്ലോക്കായിട്ട് വോട്ട് ചെയ്ത് ഷാഫി പറമ്പിലാണ്. അത് ഇപ്രാവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടുമോ എന്നുള്ള കണ്ടറിയാനുള്ള ചാപ്റ്ററാണ്. കാരണം അപ്പുറത്ത് നിൽക്കുന്നയാൾ സരിൻ CAA ഇഷ്യൂവിൻ്റെ അകത്തൊക്കെ കൃത്യമായിട്ട് മുസ്ലിങ്ങളുടെ കൂടെ നിന്നയാളാണ്. കാരണം ആ ഒരു നിലപാടെടുത്തയാളാണ് സരിൻ. അതുകൊണ്ട് ഈ മുസ്ലിങ്ങൾ ബ്ലോക്കായിട്ട് സന്ദീപ് വാര്യർ വോട്ട് ചെയ്യത്തില്ല, 100% അവർ വോട്ട് ചെയ്യത്തില്ല. കാരണം താങ്കളെ കാണുന്നത് പഴയ RSSകാരനായിട്ടാണ്. അതായത്
വ്യക്തവും കൃത്യമായിട്ട് പറയാൻ താങ്കളുടെ രാഷ്ട്രീയം, താങ്കൾക്ക് ശരിക്കും ബുദ്ധിശൂന്യത വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അറിയാൻ കഴിഞ്ഞത് താങ്കളൊരു യൂട്യൂബർക്കും പല ആൾക്കാർക്കും പാർട്ടിക്കകത്ത് നടക്കുന്ന പല രഹസ്യങ്ങളും താങ്കൾ ചോർത്തി കൊടുക്കുകയാണ്. താങ്കൾ ആലോചിച്ചു, ഒരു ജനാധിപത്യ പാർട്ടിയാണ്, ജനാധിപത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. അതിൻ്റെ സംസ്ഥാന ഘടകത്തിൽ നടക്കുന്ന ചർച്ചകൾ മുഴുവനും താങ്കൾ ലീക്കാക്കി കൊടുക്കുന്നു. അതിൻ്റെ പ്രസിഡന്റിനെ ടാർഗറ്റ് ചെയ്യുന്നു, മറ്റുള്ള നേതാക്കളെ ടാർഗറ്റ് ചെയ്യുന്നു. ഇതൊന്നും ഭൂഷണമൊന്നുമല്ല. താങ്കൾ ആ പാർട്ടിയിലല്ല, ഏത് പാർട്ടിയിൽ പോയാലും രക്ഷപ്പെടുത്തില്ല. ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, താങ്കൾ ഒരു കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ദുരന്തമായിട്ട് സന്ദീപ് വാര്യർ മാറാൻ പോവുകയാണ്. താങ്കൾ എന്നെ ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, എന്തോ കാര്യമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കാണാറുണ്ട്, ചില സംശയങ്ങളുണ്ടെങ്കിൽ താങ്കളോട് ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞു, ചോദിക്കും, യു ക്യാൻ കോൾ മീ എനി ടൈം. അത് സന്ദീപ് വാര്യർ എന്നല്ല, ലോകത്താര് വിളിച്ചാലും ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഈ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് പറയും. പിന്നെ മറ്റൊരു കാര്യം പറയാം, സന്ദീപ് വാര്യർ ഉദ്ദേശിക്കുന്നത് ഇത്ര ചെറുപ്പത്തിൽ താങ്കൾ മത്സരിച്ചു കഴിഞ്ഞ പ്രാവശ്യം പെട്ടെന്ന് സീറ്റ് വേണം, താങ്കളെ എന്തൊക്കെ ആക്കണം, ഒരു വർഷം മാറ്റി നിർത്തി. എന്തിനാണ് താങ്കൾ ഒരു വർഷം മാറ്റി നിർത്തിയത്? ഇതേപോലുള്ള പാർട്ടിയുടെ കാര്യങ്ങൾ മുഴുവനും ലീക്കാക്കി കൊടുക്കുന്നു. ഒരു ജനാധിപത്യ പാർട്ടിക്കകത്ത് പല സംഭവങ്ങളുണ്ട്. അവിടെ നേതാക്കൾക്ക് പൂർണ്ണമായിട്ടും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും ഒരു 100% ഒരു നേതാക്കളും ഇല്ല. അവർക്ക് പ്രശ്നങ്ങളുണ്ട്. ഇതേ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് ഏതാ ഇല്ലാത്തത്? കീരി, പാമ്പ്, ചള്ള, ചവറി ഇല്ല. ഇതിലെല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് പല അഭിപ്രായങ്ങൾ കാണും, ജാതി കാണും, വർഗം കാണും, മതം കാണും. അപ്പം ഇതിനെ ഒരുമിച്ച് കൊണ്ടുപോകണം. അതിനകത്ത് എൻ്റെ അഭിപ്രായത്തിൽ സുരേന്ദ്രൻ സക്സസ് ആയിരുന്നു. ഇപ്പം താങ്കൾ എന്തോ കാര്യം, സീരിയസ് ആയിട്ടുള്ള പല കാര്യങ്ങളും പാർട്ടിയുടെ അച്ചടക്കം പൂർണ്ണമായിട്ട് താങ്കൾ ലംഘിച്ച ആളാണ്. അതായത് അതിൻ്റെ അകത്തുള്ള പല സീക്രട്ട് ആയിട്ടുള്ള പല കാര്യങ്ങളും അഭിപ്രായങ്ങളും താങ്കൾ ഒരു യൂട്യൂബർക്ക് മറ്റുള്ളവർക്ക് ലീക്കാക്കി കൊടുത്തു. ഇതിൻ്റെ പേരിൽ താങ്കൾക്കെതിരെ നടപടിയെടുക്കും. കാരണം ഒരു വർഷമായിട്ട് മാറ്റി നിർത്തിയത്. ഏത് രീതിയിൽ സന്ദീപ് തന്നെ വിശ്വസിക്കാൻ സാധിക്കും? ഇപ്പം ആര് പാർട്ടി, ഇപ്പം സുധാകരൻ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഏറ്റവും കൂടുതൽ ഒതുക്കപ്പെട്ട നേതാവാണ്. അതായത് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ്. അദ്ദേഹം എന്നോട് പറഞ്ഞ പല ആവർത്തിയിൽ അയാളെ KPCC പ്രസിഡന്റ് ആക്കേണ്ട സമയത്തൊക്കെ അയാളെ പൂർണ്ണമായിട്ടും തഴഞ്ഞു. AU IU എല്ലാം ഗ്രൂപ്പ്. എന്നിട്ടാണ് അയാൾ സ്വന്തമായിട്ട് കണ്ണൂർ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ഇത് K. സുധാകരൻ എന്നോട് നേരിട്ട് പറഞ്ഞ സംഭവം. അതേപോലെ VD സതീശനെ അയാൾ നേരിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. അയാൾ ഒതുക്കാൻ ശ്രമിച്ചിട്ടില്ലയോ? എത്രയോ പേര് ഒതുക്കാൻ ശ്രമിച്ചു എന്നും പറയാൻ പെട്ടെന്ന് ഒരടുത്ത പൊളിറ്റിക്കൽ പാർട്ടി ചാടുമൊന്നുമല്ല ചെയ്തത്. കാരണം ഒരു പ്രശ്നം ഉണ്ടാകും, അതിനൊരു സമയം കൊടുക്കണം. താങ്കളുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണം. പാർട്ടിക്കകത്ത് വൃത്തികേട് കാണിച്ച് ഉള്ള ലീക്കും പരിപാടിയെല്ലാം കാണിച്ച്, അതായത് പക്കാ തെമ്മാടിത്തരം കാണിച്ചു. എന്നിട്ട് പറയുക തന്നെ ഒതുക്കി നിർത്തിയെന്ന്. താങ്കൾ ഏത് പാർട്ടി പോയാൽ രക്ഷപ്പെടും? ഇനി പാലക്കാട്ടെ കോൺഗ്രസ് അല്ല, കേരളത്തിലെ കോൺഗ്രസിനെ എനിക്ക് ശരിക്കും അറിയാം, ഈ നേതാക്കന്മാരെ ശരിക്കും അറിയാം. ഇവർ ഒന്നിനെ മുകളിൽ പാര വെക്കുന്നില്ല. CPM ഇത് തന്നെ ചെയ്യുന്നത്. താങ്കൾ ഉദ്ദേശിക്കുന്നു അടുത്ത സമയത്ത് പെട്ടെന്ന് താങ്കളെ കൊണ്ടുവന്നിട്ട് KPCCയുടെ പ്രസിഡന്റോ കേരളത്തിലെ മുഖ്യമന്ത്രി കോപ്പ തന്നെ ആക്കുന്നേ? ഒരു കോപ്പും ആക്കത്തില്ല. അടുത്ത പ്രാവശ്യം താങ്കൾ പാലക്കാട്ടേക്കും തോക്കെടുത്ത് മൂലയ്ക്ക് ദൂരക്കളയും. അപ്പോൾ താങ്കൾക്ക് കിട്ടാവുന്ന പൊട്ടൻഷ്യലായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് BJP ആയിരുന്നു. അതിനെ താങ്കൾ നശിപ്പിച്ചു. ഇതാണ് ഉണ്ടായത്. ഇനി ഞാൻ എൻ്റെ കാര്യം പാലക്കാട് പ്രഡിക്റ്റ് ചെയ്ത് പറയാം കൃത്യമായിട്ട്. മുനമ്പം വിഷയവും ഇന്ന് നടക്കുന്ന പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ, പാലക്കാട് BJPയുടെ സ്ഥാനാർത്ഥി, അതായത് ഞാൻ കൃത്യമായിട്ട് പറയാം, അവിടെ നേരത്തെ VD സതീശൻ പറഞ്ഞു ഇപ്രാവശ്യം 25,000 വോട്ടിന് കോൺഗ്രസ് ജയിക്കുന്നു. ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, അവിടെ BJPയുടെ കാൻഡിഡേറ്റ് അവിടെ മൂത്തേടത്തോ ആത്തേടത്തോ ഈ എന്തോ തറകളുടെ വോട്ട് ഇതൊന്നും അല്ല അവിടുത്തെ ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സാഹചര്യവും കേരളത്തിലെ പല ഇഷ്യൂസും വെച്ചിട്ട് കൃത്യമായിട്ട് പറയാം, പാലക്കാട് BJPയുടെ കാൻഡിഡേറ്റ് 25,000 വോട്ടിന് ജയിക്കും. അതേപോലെ തന്നെ ചേലക്കര BJPയുടെ കാൻഡിഡേറ്റ് രണ്ടാമത് വരും. വയനാട് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും ഭയങ്കര അത്ഭുതമായിരിക്കും. കാരണം വയനാട് പ്രിയങ്ക ഗാന്ധി 1.5 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷത്തിൽ കൂടി കിട്ടാൻ പോകുന്നില്ല. അവിടെ വലിയൊരു ഭാഗം ക്രിസ്ത്യൻസ് വോട്ട് ബോയ്ക്കോട്ട് ചെയ്തു. പലരും BJPക്ക് വോട്ട് ചെയ്തു. ചിലപ്പം അവിടെ BJPയുടെ സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്ത് കയറി വരും. അപ്പം ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ താങ്കൾ കാണിച്ച മണ്ടത്തരം, അതുപോലെ താങ്കൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോടുകൂടെ നിൽക്കുമ്പോൾ ഒരു ദിവസം കൊണ്ടുമല്ല എല്ലാം മാറുന്നത്. അതിനൊത്തിരി ഐഡിയോളജിയും പരിപാടിയൊക്കെ എടുത്ത് താങ്കൾ RSSൽ വർക്ക് ചെയ്തയാൾ. പെട്ടെന്ന് നാഷണലിസം എന്ന് പറയുന്ന RSSും BJP അല്ല കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് താങ്കളുടെ ബുദ്ധിശൂന്യതയാണ് ഞാനിത് കാണുന്നത്. കാരണം മണ്ടത്തരം. അതേപോലെ തന്നെ താങ്കൾ ആളാകാൻ വേണ്ടി പല മീഡിയയ്ക്കും, പ്രത്യേകിച്ച് ഓരോ യൂട്യൂബ് ചാനലിൽ താങ്കൾ കൊടുക്കുന്ന ഈ പരിപാടി ഇതോടെ താങ്കൾ നിർത്തണം. കാരണം വളരെ മോശമായി ഇത്. ഞാനൊരു ജേർണലിസ്റ്റ് തന്നെയാണ്.
പക്ഷേ ഇതേപോലുള്ള ആൾക്കാർ ഇപ്പോൾ എന്നോട് വന്ന് ഇന്ന പൊളിറ്റിക്കൽ പാർട്ടിയെ പറ്റി മോശമാണ് ആ സംഭവം, ഞാൻ ചെയ്യത്തില്ല. കാരണം ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ അടിത്തറ ഇളക്കുന്ന കാര്യങ്ങളാണ് താങ്കൾ ഇത്രയും നാളും ചെയ്തത്. അത് താങ്കൾ അവിടെയും കോൺഗ്രസിൽ പോയി തുടരുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയാം, അവിടെ താങ്കൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. അവിടെ ഈ പാലക്കാട് കോൺഗ്രസിൻ്റെ അകത്ത് വലിയ താപ്പാനകളുണ്ട്. അവിടെ രാജേഷ് പാലക്കാട് എന്ന് പറഞ്ഞ പഴയ മേയറെ ഒതുക്കിയിട്ടാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അയാളിവിടെ താപ്പാനയാണ്. പിന്നെ അയാൾ അല്പം വെള്ളം ഒടിക്കുക അയാളുടെ പ്രശ്നം. അപ്പം അവിടെയും വലിയ പ്രശ്നം ഉണ്ടാകും. താങ്കൾക്ക് പെട്ടെന്ന് ലിഫ്റ്റ് തരുവാണെങ്കിൽ ഇത് അവിടെ നിന്നല്ല ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിലും ഇഷ്യൂ ഉണ്ടാകും. അവിടെ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രശ്നം അവിടെ മത്സരിക്കാൻ അവർക്ക് കാൻഡിഡേറ്റ് ഇല്ല. അതാണ് അവരുടെ ഇഷ്യൂ. അതിനിപ്പോൾ ഏത് നീർക്കോലി വന്നാലും അവരെടുത്ത് വെക്കും. അതുകൊണ്ടാണ് രണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയും താങ്കളെ സ്വാഗതം ചെയ്തത്. പക്ഷെ വീണ്ടും അടിത്തറയിട്ടൊരു കാര്യം പറയാം, താങ്കൾ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം, ഈ മണ്ടത്തരത്തിന് താങ്കൾ വലിയ വില കൊടുക്കേണ്ടി വരും.